പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഇന്ന് സെപ്റ്റംബർ 19 വ്യാഴം 2024 വാർത്തകളിലേക്ക്. ലെബനനിൽ ഇന്നലെയും ഹിസ്ബുള്ള ശക്തി കേന്ദ്രങ്ങൾ സ്ഫോടന പരമ്പരകൾ. ചൊവ്വാഴ്ച പൊട്ടിത്തെറിച്ചത് 3000-ഓളം പേജറുകൾ എങ്കിൽ ഇന്നലെ പൊട്ടിത്തെറിച്ചത് വാക്കി ടോക്കികളും പോക്കറ്റ് റേഡിയോകളുമാണ്. ഇന്നലത്തെ സ്ഫോടനങ്ങൾ 9 പേർ കൊല്ലപ്പെടുകയും 300-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പേജറുകൾ പൊട്ടിത്തെറിച്ച് 9 പേർ കൊല്ലപ്പെടുകയും 2800-ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ചൊവ്വാഴ്ചത്തെ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ സംസ്കാര ചടങ്ങിലും ഇന്നലെ പൊട്ടിത്തെറികൾ ഉണ്ടായി. പരിക്കേറ്റവരുമായി ആംബുലൻസുകൾ ചീറിപ്പായുന്ന ദൃശ്യമാണ് ഇപ്പോൾ ലെബനനിൽ എല്ലായിടത്തും കാണാൻ കഴിയുന്നത്. രണ്ടാം ദിവസവും രാജ്യമെങ്ങും സ്ഫോടന പരമ്പര ആവർത്തിച്ചോടെ ജനങ്ങൾ ഭയചകിതരാണെന്നും പലയിടത്തും ആളുകൾ പേടി കാരണം മൊബൈൽ ഫോണുകൾ എറിഞ്ഞു കളയുന്നതായും റിപ്പോർട്ടുകൾ. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി BJP പുറത്തിറക്കിയ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനം ഒന്നായിരുന്നു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. രാജ്യത്തെ തെരഞ്ഞെടുപ്പുകൾ ഒരേ സമയം നടത്തുന്നത് ചെലവ് ചുരുക്കാനും വികസനം പ്രോത്സാഹിപ്പിക്കാനും സഹായിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പാർലമെന്റ് ശീതകാല സമ്മേളനത്തിൽ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിൽ ബിൽ കൊണ്ടുവരാനാണ് തീരുമാനം. രാജ്യത്തെ എല്ലാ തെരഞ്ഞെടുപ്പുകളും ഒന്നിച്ച് നടത്താനുള്ള നീക്കത്തെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നത് ജനാധിപത്യത്തെ ഊർജ്ജസ്വലമാക്കുമെന്നും എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പാക്കുന്നതുമായ സുപ്രധാന ചുവടുവെപ്പാണെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് അപ്രയോഗ്യമാണെന്ന് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ. മുൻ രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായ സമിതിയുടെ റിപ്പോർട്ട് അംഗീകരിച്ച കേന്ദ്ര മന്ത്രിസഭാ യോഗ തീരുമാനത്തോടെയായിരുന്നു ഖാർഗെയുടെ പ്രതികരണം. ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ വിവാദങ്ങളിൽ ശ്രദ്ധ തിരിക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ ശ്രമമാണെന്നും ഇതൊന്നും നടപ്പാക്കാൻ പോകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ഇന്ത്യയിലെ ഫെഡറൽ വ്യവസ്ഥയിൽ നിർവീര്യമാക്കുമെന്നും കേന്ദ്ര സർക്കാരിന് സർവാധികാരം നൽകാനുള്ള ഒളിപ്പിച്ചു വെച്ച അജണ്ടയാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലപാടിന് പിന്നിലുള്ളതെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംഘപരിവാർ നീക്കങ്ങൾക്കെതിരെ രാജ്യത്തെ ജനാധിപത്യ സമൂഹം മുന്നോട്ട് വരണമെന്നും മുഖ്യമന്ത്രി ആഹ്വാനം ചെയ്തു. ഇന്ത്യയുടെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന രീതിയിലാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന തലതിരിഞ്ഞ ആശയം കേന്ദ്ര സർക്കാർ അടിച്ചേൽപ്പിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇത് ഇന്ത്യൻ ജനാധിപത്യത്തിന് പ്രായോഗികമല്ലെന്നും ഇത് രാജ്യത്തോട് തന്നെയുള്ള വെല്ലുവിളിയാണെന്നും പ്രതിപക്ഷ നേതാവ് തന്റെ വാർത്താക്കുറിപ്പിൽ പറഞ്ഞു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സംസ്ഥാന മന്ത്രിസഭകളെ കേന്ദ്രത്തിന്റെ ദയാദാക്ഷിണ്യത്തിന് വിധേയമാക്കുന്നതിനുള്ള നീക്കം പ്രാദേശിക പാർട്ടികളെ അപ്രസക്തമാക്കുന്നതാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം തോമസ് ഐസക്. മന്ത്രിസഭ അംഗീകരിച്ചാലും ഭരണഘടനാ ഭേദഗതിക്ക് വേണ്ട ഭൂരിപക്ഷം NDAക്ക് ഇപ്പോഴില്ലെന്നും തോമസ് ഐസക് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. മലപ്പുറത്ത് എംപോക്സ് സ്ഥിരീകരിച്ചു. എംപോക്സ് ലക്ഷണങ്ങളോടെ മലപ്പുറത്ത് ചികിത്സയിലുണ്ടായിരുന്ന വ്യക്തിക്ക് രോഗം സ്ഥിരീകരിച്ചായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് അറിയിച്ചു. ദുബൈയിൽ നിന്ന് വന്ന 38 വയസ്സുകാരനാണ് എംപോക്സ് സ്ഥിരീകരിച്ചത്. കേരളത്തിൽ ആദ്യമായാണ് എംപോക്സ് സ്ഥിരീകരിക്കുന്നത്. ഇന്ത്യയിലെ രണ്ടാമത്തെ കേസാണിത്. ദുബൈയിൽ നിന്ന് കേരളത്തിലെത്തിയ മലപ്പുറം സ്വദേശിക്ക് എംപോക്സ് സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ കർശന നിർദ്ദേശങ്ങളുമായി ആരോഗ്യവകുപ്പ്. ഈ സാഹചര്യത്തിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്നും കേരളത്തിലെത്തുന്നവർക്ക് രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ ചികിത്സ തേടണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നിർദ്ദേശിച്ചു. ഏതെങ്കിലും രീതിയിലുള്ള ലക്ഷണമുണ്ടെങ്കിൽ ആരോഗ്യവകുപ്പിനെ വിവരം അറിയിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. സംസ്ഥാനത്ത് സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമായതിനാൽ ട്രഷറിയിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി സർക്കാർ. 5 ലക്ഷം രൂപയിൽ അധികമുള്ള ബില്ലുകൾ മാറി നൽകില്ല. നേരത്തെ 25 ലക്ഷമായിരുന്നു പരിധി. തദ്ദേശ സ്ഥാപനങ്ങളെയും കരാറുകാരെയും നിയന്ത്രണം ബാധിക്കും. വിവിധ വകുപ്പുകളിലെ ആനുകൂല്യങ്ങളുടെ വിതരണത്തിലും കാലതാമസം ഉണ്ടാവും. ഇന്നലെ പുറത്തുവന്ന 10 പേരുടെ നിപ്പ പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവായതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. മരിച്ച യുവാവിന്റെ കൂടെ ആശുപത്രിയിൽ നിന്ന് മാതാവ് അടക്കമുള്ള അടുത്ത ബന്ധുക്കളും ചികിത്സാ ഡോക്ടറും ഉൾപ്പെടെയുള്ളവരാണ് ഇന്നലെ നെഗറ്റീവായത്. ഇതോടെ ആകെ 26 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. തൃശ്ശൂരിൽ ഓണാഘോഷത്തിന് പുലികളിയോടെ സമാപനം. തൃശ്ശൂർ നഗരത്തിനെ ആവേശത്തിലെത്തി 7 ദേശങ്ങളിൽ നിന്നുള്ള 300-ലേറെ പുലികൾ ഇന്നലെ പട്ടണം കൈയടക്കി. സ്വര റൗണ്ടിലെ നാക്കനാൽ ജംഗ്ഷനിലെത്തിയ പാട്ടുരാക്കൽ ദേശത്തിന്റെ വരവോടെ പുലിക്കളി ആരംഭിച്ചു. ആവേശം നിറഞ്ഞ താളത്തിലൊത്ത് ചുവടുവയ്ക്കാൻ കൂട്ടത്തിൽ കുഞ്ഞിപ്പുലികളും പെൺപുലികളും ഉണ്ടായിരുന്നു. പുലിക്കളിയിൽ വിയൂർ ദേശം യുവജന സംഘത്തിനാണ് 1ാം സ്ഥാനം. കാനാട്ടുകര ദേശം 2ാം സ്ഥാനം നേടിയപ്പോൾ സീതാറാം മിൽ ദേശം 3ാം സ്ഥാനവും നേടി. ചരിത്രപ്രസിദ്ധമായ ആറന്മുള ഉത്രട്ടാതി ജലമേളയിൽ കോയിപ്രവും കോറ്റാത്തൂർ കൈതക്കൊടി പള്ളിയോടവും ജേതാക്കൾ. A ബാച്ചിൽ കോയിപ്രവും B ബാച്ചിൽ കോറ്റാത്തൂർ കൈതക്കൊടിയും മന്നം ട്രോഫി നേടി. AB ബാച്ചുകളായി 49 വള്ളങ്ങൾ മത്സരത്തിറങ്ങി. 51 പള്ളിയോടങ്ങൾ ജലഘോഷയാത്രയിലും പങ്കെടുത്തു. നെഹ്റു ട്രോഫി മാതൃകയിലാണ് ഇക്കുറി വള്ളംകളി നടന്നത്. ജലമേളയ്ക്ക് പകിട്ടേക്ക് നേവിയുടെ അഭ്യാസ പ്രകടനവും കലാരൂപങ്ങളും ദൃശ്യാവിഷ്കാരങ്ങളും പമ്പയാറ്റിൽ നടന്നു. ലിഫ്റ്റ് തകരാറിനെ തുടർന്ന് പത്തനംതിട്ട ജനറൽ ആശുപത്രി രോഗികളെ ചുമന്ന് താഴെ ഇറക്കേണ്ടി വന്ന സാഹചര്യത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം നടത്തണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ. പത്തനംതിട്ട ജില്ലാ മെഡിക്കൽ ഓഫീസർ കമ്മീഷൻ അംഗം VK ബീനകുമാരി നിർദ്ദേശം നൽകി. മാധ്യമവാർത്തകളുടെ അടിസ്ഥാനത്തിൽ കമ്മീഷൻ സ്വമേധയാ രജിസ്റ്റർ ചെയ്ത കേസിലാണ് ഈ നടപടി. ഓണക്കാലത്ത് സംസ്ഥാനത്ത് മദ്യവിൽപ്പന ഉയർന്നു.
വെബ്കോ വഴിയുള്ള വിൽപ്പന പ്രകാരം ഈ മാസം 6 മുതൽ 17 വരെ 818.21 കോടിയുടെ മദ്യമാണ് വിറ്റത്. ഇത്തവണ ഓണം മദ്യം വിൽപ്പന ഏറ്റവും കൂടുതൽ നടന്നത് തിരൂർ വെബ്കോ ഔട്ട്ലെറ്റിലാണ്. 5.59 കോടി രൂപയുടെ മദ്യമാണ് ഇവിടെ വിറ്റത്. തീവ്രവാദ സംഘടനകളുടെ റിക്രൂട്ട്മെന്റ് കേന്ദ്രമായി കേരളം മാറിയെന്ന് പി ജയരാജന്റെ പ്രസ്താവന അതീവ ഗുരുതര സ്വഭാവമുള്ളതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. പി ജയരാജൻ പറയുന്ന പോലെ IS-ന് റിക്രൂട്ട്മെന്റ് കേന്ദ്രമായി കേരളം മാറിയെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിനാണെന്നും സർക്കാരിനും ആഭ്യന്തര വകുപ്പിനും ഇത് സംബന്ധിച്ച ആധികാരികമായ വിവരങ്ങളോ ഇന്റലിജൻസ് റിപ്പോർട്ടുകളോ ഉണ്ടോ എന്നും സതീശൻ ചോദിച്ചു. കേരളം തീവ്രവാദ സംഘങ്ങൾ കടന്നുവരാൻ കഴിയാത്ത സ്ഥലമാണെന്നും അതിനായി സർക്കാർ ശക്തമായ നടപടി സ്വീകരിക്കുന്നുണ്ടെന്നും CPI നേതാവ് EP ജയരാജൻ. IS-ലേക്ക് ഇപ്പോൾ കേരളത്തിൽ നിന്ന് റിക്രൂട്ട് നടത്തുന്നതായി താൻ എവിടെയും പറഞ്ഞിട്ടില്ലെന്നും പൊളിറ്റിക്കൽ ഇസ്ലാം പ്രസ്താവന അഭിമുഖം ഒരു ഭാഗം വളച്ചൊടിച്ചതാണെന്നും പി ജയരാജൻ മുമ്പ് വിരൽ എണ്ണാവുന്നവരെ റിക്രൂട്ട് ചെയ്തതെന്ന് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും എന്നാൽ ആഗോള സമാധാനത്തിന്റെ യഥാർത്ഥ ഭീഷണി ഇസ്ലാമിക തീവ്രവാദ വാചകത്തോട് ശക്തമായ വിയോജിപ്പാണുള്ളതെന്നും ഇങ്ങനെ പറയുന്നത് മരം മറിഞ്ഞ് കാട് കാണാതിരിക്കലാണെന്നും ജയരാജൻ പ്രതികരിച്ചു. വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കുള്ള സഹായധനം വിതരണം ചെയ്തു തുടങ്ങി. ദുരിതാശ്വാസ ക്യാമ്പിലും ബന്ധുവീടുകളുമായി കഴിഞ്ഞ 450 പേർക്ക് സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് 5,000 രൂപ വീതം വിതരണം ചെയ്തതായി അധികൃതർ അറിയിച്ചു. ഷിരൂരിൽ മണ്ണിടിച്ചിൽ കാണാതെ കോഴിക്കോട് സ്വദേശി അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ നാളെ പുനരാരംഭിക്കാൻ തീരുമാനം. മണ്ണിടിച്ചിൽ കാണാതെ അർജുനടക്കമുള്ളവർക്കായി തിരച്ചിൽ നടത്താൻ കാർവാർ തുറമുഖത്ത് നിന്ന് ഇന്ന് രാവിലെ പുതിയ ഗംഗാവലി പാലത്തിന് സമീപം ട്രഡ്ജർ എത്തിക്കും. മൈനാപ്പള്ളി കാർ അപകടത്തിലെ പ്രതി ഡോക്ടർ ശ്രീകുട്ടിയുടെ ജാമ്യാപേക്ഷ ശാസ്താംകോട്ട കോടതി തള്ളി. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള പോലീസിന്റെ അപേക്ഷയിൽ ഇന്ന് വാദം കേൾക്കും. വിമാനത്തിനകത്ത് വെച്ച് എയർ ഹോസ്റ്റലിനോട് അപമര്യാദ പെരുമാറി യാത്രക്കാരൻ അറസ്റ്റിൽ. പത്തനംതിട്ട സ്വദേശി ലാജി ജിയോ എബ്രഹാമാണ് അറസ്റ്റിലായത്. ദുബൈയിൽ നിന്നുള്ള യാത്രയിൽ ഫ്ലൈ ദുബൈ വിമാനത്തിൽ എയർ ഹോസ്റ്റലിനോടാണ് അപമര്യാദയായി പെരുമാറിയത്. എയർ ഹോസ്റ്റലിന്റെ പരാതി തുറന്ന് വിമാനത്തിൽ നിന്ന് ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഓണക്കാലത്ത് സപ്ലൈകോ വിൽപ്പനശാലകൾ 121.56 കോടി രൂപയുടെ വിറ്റുവരവ്. ഇതിൽ 66.83 കോടി രൂപ സബ്സിഡി ഇനങ്ങളുടെ വിൽപ്പനയിലാണ് നേടിയത്. സബ്സിഡി ഇതര ഇനങ്ങളുടെ വിറ്റുവരവിൽ 56.73 കോടി രൂപ ലഭിച്ചു. സെപ്റ്റംബർ 1 മുതൽ സെപ്റ്റംബർ 14 ഉത്രാടം ദിവസം വരെയുള്ള കണക്കാണ് സപ്ലൈകോ പുറത്തുവിട്ടിരിക്കുന്നത്. രാജ്യത്തെ മൾട്ടിപ്ലക്സ് തിയേറ്ററുകൾ വെറും 99 രൂപയ്ക്ക് സിനിമ കാണാൻ നാളെ അവസരം. ദേശീയ ചലച്ചിത്ര ദിനം എന്ന പേരിൽ മൾട്ടിപ്ലക്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയാണ് ഈ ഒരു അവസരം ഒരുക്കുന്നത്. പശ്ചിമ ബംഗാൾ RJ കാർ മെഡിക്കൽ കോളേജിൽ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ സംഭവത്തിൽ സമരം ചെയ്യുന്ന ഡോക്ടർമാർ മുന്നോട്ട് വെച്ച 8 ആവശ്യങ്ങളിൽ 7 സർക്കാർ അംഗീകരിച്ചു. ഹരിയാനയിൽ സ്ത്രീകൾ, വയോധികർ, യുവജനങ്ങൾ എന്നിവരെ പരിഗണിച്ചുള്ള വാഗ്ദാനങ്ങളുമായി കോൺഗ്രസ് പ്രതിമാസം സ്ത്രീകൾക്ക് 2,000 രൂപയും ഗ്യാസ് സിലിണ്ടറിന് 500 രൂപയും നൽകും. റഷ്യയുടെ തലസ്ഥാനമായ നഗരമായ മോസ്കോയിൽ ഉക്രൈൻ്റെ ഡ്രോൺ ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെടുകയും നിരവധി വീടുകളും കെട്ടിടങ്ങളെയും തകരുകയും ചെയ്തു. ജമ്മു കാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യഘട്ട മികച്ച പോളിംഗ്. 6 മണിക്ക് വോട്ടെടുപ്പ് അവസാനിക്കുമ്പോൾ 61% പോളിംഗ് രേഖപ്പെടുത്തിയതായി കണക്കുകൾ. രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയെ കാര്യമായ സംഭാവന ചെയ്യുന്ന ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെന്ന് റിപ്പോർട്ടുകൾ. പ്രധാനമന്ത്രിയുടെ സാമ്പത്തിക ഉപദേശ സമിതി ചൊവ്വാഴ്ച പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഈ കണക്കുകൾ. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.